ഈ ചൈനയുമായിട്ടുള്ള ബന്ധം അത് അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു തോതിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റെയർ എർത്ത് എലമെൻറ്റ്സ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്, ഇതൊന്നും അമേരിക്കയ്ക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഈ ഒരു അമേരിക്ക ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഈ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഉൾപ്പെടെയുള്ള കയറ്റുമതി അത് ചൈന നിർത്തിവെച്ചിരുന്നു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചതിനെ തുടർന്നാണ് ഈ ചൈനയ്ക്ക് മേൽ 100% തീരുവ, അത് നവംബർ 1 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 155% തീരുവ നവംബർ 1 മുതൽ ചൈനയ്ക്ക് മേൽ ചുമത്തും എന്നൊരു ഭീഷണി അമേരിക്ക ഉയർത്തുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പതിയെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിന് ഈ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ കയറ്റുമതി മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അത് അമേരിക്കയിലുള്ള ഈ സോയാബീൻ കർഷകരുടെ പ്രതിഷേധമാണ്. അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് ചൈന പൂർണ്ണമായി നിർത്തും എന്നൊരു തീരുമാനം ഇടയ്ക്കെടുത്തിരുന്നു. അത് ഈ തീരുവ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഈ ഭീഷണിയെ തുടർന്നാണ് ചൈന ഇത്തരമൊരു തീരുമാനമെടുത്തത്. അമേരിക്കയിൽ നിന്ന് ഇനി സോയാബീൻ വാങ്ങില്ല എന്നൊരു തീരുമാനം ചൈന എടുത്തത്. ഇത് തീർച്ചയായിട്ടും ഇത് അമേരിക്കയിലുള്ള സോയാബീൻ കർഷകരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവർ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന വിഷയമായിരുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിനിടെ വലിയൊരു പ്രതിഷേധമായിട്ട് എല്ലാം അവർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അടുത്തിടെ നടന്ന നോ കിങ്സ് പ്രൊട്ടസ്റ്റിൽ ഉൾപ്പെടെ അവർ പങ്കാളികളായത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ US വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നതോടെയാണ് ഈ ചൈനയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു രീതിയിൽ അമേരിക്ക മുന്നോട്ട് വന്നത്. ഈ ഒരു ആസിയാൻ ഉച്ചകോടിക്കിടെ ഇന്നലെ നമുക്കറിയാം, ഈ US പ്രതിനിധികളും അതുപോലെ തന്നെ ചൈനയുമായിട്ട് ചർച്ച നടന്നിരുന്നു. ഇന്നലെ ഈ ചർച്ചയ്ക്ക് ശേഷം ജാമിസൺ ഗ്രീർ എന്ന US-ന്റെ പ്രതിനിധി, അദ്ദേഹം ആ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചൈനയുമായി നല്ല രീതിയിലൊരു ചർച്ച നടന്നു. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് അവർ തമ്മിലുള്ള മീറ്റിംഗ് ഇനി വ്യാഴാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം തങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഒരുക്കി വെച്ചു എന്നാണ് ഈ ചൈനീസ് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം US-ന്റെ പ്രതിനിധി ജാമിസൺ ഗ്രീർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഇന്നും രാജ്യങ്ങളുടെ പ്രതിനിധികളും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് US-ന്റെ സാമ്പത്തിക സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റ്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം ശ്രദ്ധേയമാണ്.